ഈ ബാങ്കുകാരന് വേറെ ഒരു പണിയും ഇല്ലല്ലോ, വിളിച്ചോണ്ടേയിരിക്കും, ചത്താലും വിടില്ല. ഞാൻ ഇവിടെ വല്ലാത്ത ഭ്രാന്തിലിരിക്കുക. നിന്നെ ഇന്ന് ഞാൻ വിടില്ലടാ. നിക്ക്, ഞാൻ ഈ വണ്ടി ഒന്ന് നിൽക്കട്ടെ. നീ ഇന്ന് എന്റെ കയ്യിൽ കുറെ കേക്കും. ഹായ് സാർ, എന്റെ പേര് പ്രവീൺ. ഞാൻ രാവിലെ വിളിച്ചിരുന്നു. സാർ എന്തോ ടെൻഷനിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിളിച്ചത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എനിക്ക് പേഴ്സണലായിട്ട് ഒരു ലോണും വേണ്ട സാർ. ലോൺ എടുക്കാനുള്ള ഒരു ആവശ്യവും ഇല്ല. എനിക്കിപ്പോ ക്രെഡിറ്റ് കാർഡൊന്നും വേണ്ട. മാത്രവുമല്ല, എനിക്കിപ്പോ നിങ്ങളുടെ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ താല്പര്യവും ഇല്ല. എനിക്കിപ്പോ വേണ്ടത് കുറച്ച് സമാധാനമാണ്. അതിപ്പോ എനിക്ക് കിട്ടുമോന്നും അറിയില്ല. അതല്ല സാർ, ബസ്. എന്താ ബസ്? നിങ്ങളിപ്പോ ഫോണിലൂടെ സംസാരിച്ച് വിൽക്കാൻ പോവുകയാണോ? എനിക്ക് നിങ്ങളുടെ ഒരു ബസ്സും വേണ്ട. ഞാൻ ജീപ്പ് ഡ്രൈവറാ. ജീപ്പിൽ തന്നെ കഴിഞ്ഞോളാം. കുറച്ച് കഴിയുമ്പോ ജീപ്പിന് അടിയിലേക്ക് മാകും. അതാണ് എന്റെ തലവിധി. ഇനി ഒരു തവണ കൂടി നിങ്ങൾ എന്നെ വിളിച്ചാല് ഒന്നെങ്കിൽ ഞാൻ ചാവും, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തുകൊണ്ടത് നിന്നെ ഞാൻ കൊന്നിരിക്കും. ഫോൺ വെക്കണോ? ഫോൺ വെക്കാൻ. സാർ 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 എന്ത് ജന്മമാടാ? എല്ലാം നിനക്ക് പ്രശ്നമാണല്ലോ. രാവിലെ അഞ്ജലി മോള് നിന്നോട് പറഞ്ഞപ്പോ അതെല്ലാം വിശ്വസിക്കേണ്ടതായിരുന്നില്ലേ? വെറുതെ വല്ലവന്റെ വായിരിക്കുന്നത് കേൾക്കണ്ടായിരുന്നല്ലോ. ഗണപതി ഭഗവാനേ, ഗണപതി ഭഗവാനേ, ഈ ഒരു തവണത്തേക്ക് എന്നെ എങ്ങനെങ്കിലും രക്ഷിക്കും ഭഗവാനേ. ഇനി അവിടുന്ന് പറയുന്നത് പോലെ എല്ലാം ഞാൻ ചെയ്യാം. കള്ളം പറയരുത്. സത്യം 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 സത്യം. അയ്യോ, അവൻ വീണ്ടും വിളിക്കുന്നു. താൻ മനുഷ്യനാണോ അത് മൃഗമാണോ? എത്ര പ്രാവശ്യത്തിനോട് പറഞ്ഞു ഇനി മേലിൽ എന്നെ വിളിച്ചാൽ നിന്നെ കൊന്നുകളയും. ഇനി ജീവിതത്തിൽ ഇവർ എന്നെ ഫോൺ ചെയ്യില്ല. അയ്യോ, കുട്ടികളിപ്പോ എന്ത് ചെയ്യുന്നു എന്തോ. മകളെ, ഇപ്പോൾ ഞാൻ പോകുന്നു. നാളെ പ്രഭാതത്തിലെത്താം. അയ്യോ ഗുപ്ത, എങ്ങനെ വിട്ടിട്ട് പോവാൻ തോന്നുന്നു? എന്റെ കുട്ടികളെ കാണാനില്ല. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പോവാണോ? മകളെ, നിന്റെ കുട്ടികളും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? നിന്റെ ദുഃഖം കണ്ട് സഹതപിച്ച് ഞാൻ നിന്റെ കൂടെ ഇരുന്നതാണ്. ഞാൻ നിന്നോട് യാത്ര പറയുന്നു. എന്ത് ഗുപ്ത? ഗുപ്ത ഗുപ്ത, ഇങ്ങനെ അലറാതിരിക്കെ, മനസ്സിലായോ? ചെറുതായിട്ട്. സോറി 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 സോറി. ഞാൻ വിശ്രമിച്ചിട്ട് വരാം. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ ഗുപ്ത? എന്റെ കുട്ടികളെ കാണാതെ ഞാൻ വിഷമത്തിലായിരിക്കുമ്പോ എന്നെ വിട്ടിട്ട് പോവല്ലേ ഗുപ്ത? അയ്യോ മകളെ, നീ നിന്റെ സ്നേഹവും പെരുമാറ്റവും കൊണ്ട് എന്നെ ഇങ്ങനെ ബന്ധിച്ച അവസ്ഥയിലാക്കിയിരിക്കുകയാണല്ലോ. ഞാനിപ്പോൾ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? എന്റെ കുട്ടികൾ എവിടെയുണ്ടെന്ന് നിങ്ങളുടെ പവർ ഉപയോഗിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? അത് മാത്രം എന്നോട് ചോദിക്കരുത്. അയ്യോ ഗുപ്ത, ഏട്ടൻ, ഏട്ടാ, മകളെ, ഏട്ടാ, ഏട്ടാ, രാഘവേട്ടനെ ഒന്ന് ഫോൺ ചെയ്തിട്ട് കുട്ടികൾ എവിടെ ഉണ്ടെന്ന് ഒന്ന് അന്വേഷിക്കോ? മകളെ, നിന്റെ ഭർത്താവ് ആ രാഘവനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നീ പറഞ്ഞത് കേട്ടിട്ടൊന്നുമല്ല. ഞങ്ങൾ അവയാണെങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സടുത്തുള്ളത് കൊണ്ടാ എന്റെ വിഷമം പോലെ ഏട്ടന് മനസ്സിലാവില്ല. സംസാരിക്കാൻ വാക്കുകൾ വേണമെങ്കിൽ പ്രണയത്തിന് ഭാവങ്ങൾ മാത്രം മതി. ഇപ്പൊ ഒരു പക്ഷെ ഞാൻ ജീവനോടെ ഇല്ലായിരിക്കാം, പക്ഷെ ഏട്ടന്റെ മനസ്സില്, ഏട്ടന്റെ ഓർമ്മകളില് എപ്പോഴും ഞാൻ ജീവനോടെ ഉണ്ട്. ഇതിൽ പരം ഭാഗ്യം എനിക്ക് എന്താ വേണ്ടേ? ഏട്ടാ, അമ്മേ, രാഘവൻ കോൾ എടുക്കുന്നില്ലല്ലോ. ഒരിക്കലും ഇങ്ങനെ കോൾ എടുക്കാതിരുന്നിട്ടില്ല. എനിക്ക് എന്തോ ഡൗട്ട് അടിക്കുന്നു. ഞാനൊന്ന് സ്കൂൾ വരെ പോയിട്ട്. മഹേന്ദ്രൻ ഇപ്പൊ പുറത്തേക്ക് പോയ എന്റെ കാര്യം തീർന്നു. മഹേന്ദ്ര, രാഘവൻ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു മഹേന്ദ്ര.
നിന്നെ വിളിച്ചതോ? അതെന്തിനാ നിന്നെ വിളിച്ചേ? അത് ആ കുട്ടികൾ സ്കൂള് വിട്ട ഉടനെ എക്സിബിഷന് പോണെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. രാഘവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്നെ ഫോൺ ചെയ്യായിരുന്നു. അങ്കിള് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രെസ്സിനിടയിൽ കുട്ടികളൊന്ന് റിലാക്സ്ഡ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്താ എപ്പോ നോക്കിയാലും ടൈം ടേബിൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ലേ? അങ്ങനെ ഇവിടെ ആള് പിള്ളേരെ എന്തിനാ പറഞ്ഞയച്ചത്? അല്ല മഹി, ഞങ്ങളോട് എന്താ അത് പറയാഞ്ഞേ? എന്താന്ന് പറ. അത് പിന്നെ ആന്റി, കുട്ടികൾ വല്ലാതെ വാശി പിടിച്ചു. മഹേന്ദ്രനോട് ചോദിച്ച് വേണ്ടാന്ന് പറഞ്ഞ കുട്ടികൾക്കാകെ വിഷമാവില്ലെന്ന് കരുതി അതാ ഓക്കെ പറഞ്ഞത്. സോറി മഹേന്ദ്ര, കുട്ടികൾ പെട്ടെന്ന് തന്നെ വരുമായിരിക്കും. അവരെപ്പോ തിരിച്ചെത്തുന്നു പറഞ്ഞു. 1 അവറിൽ എന്തായാലും വരുമായിരിക്കും. ഇനി ഇതുപോലെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ എന്നോടത് പറഞ്ഞിരിക്കണം മഹേശ്വരി. ശരി മഹേന്ദ്ര. എന്താ മഹി, രാവിലെ മുതൽ നിനക്കെന്തോ ടെൻഷൻ പോലെ ഉണ്ടല്ലോ. എന്തു പറ്റി? ടെൻഷനോ? അങ്ങനെ ഒരു ടെൻഷനും ഇല്ല ആന്റി. ഓ രാഘവ, ഒന്ന് വേഗം വീട്ടിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടു വാ. ഈ കുട്ടികൾ ഓടിപ്പോയെന്നല്ലേ പറഞ്ഞ്? അവര് എക്സിബിഷൻ കാണാൻ പോയെന്ന്. എക്സിബിഷൻ കാണാൻ പോയല്ലോ. അപ്പോൾ സന്തോഷമായി കാണുമല്ലോ. അവരെവിടെയുണ്ടാകണമോ അവിടെ ഉണ്ടായിരിക്കും. ഇതെന്ത് ട്വിസ്റ്റ്? അവര് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. മതിയോ? മതി മതി. ഇത്രയും നേരം ഇവരോടൊക്കെ വായിട്ടലച്ചിട്ട് ഞാൻ ആകെ ടയേർഡായി. അവര് വന്നതിന് ശേഷം പറഞ്ഞിട്ട് പുറത്തിറങ്ങി ഡിന്നറും കഴിച്ചിട്ട് നമുക്ക് പോവാം. ശരി ചേച്ചി. ആ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ? ഫുഡിന് എന്തിനാ കാശ് ചെലവാക്കുന്നതെന്ന് ആലോചിക്കാ. നമ്മൾ മൂന്നാറിൽ പോയതിനു ശേഷം നമ്മുടെ കയ്യിൽ കാശുള്ളത് നല്ലതല്ലേ എന്ന് പറഞ്ഞ രാത്രി മുഴുവൻ കഴിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ ചേച്ചി, നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? നമ്മുടെ കാശ് എന്തിനാ ചെലവാക്കുന്നേന്നാ ചോദിച്ചേ. നമ്മൾ കാശ് ചെലവാക്കാതെ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഇവരോട് തന്നെ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്യാൻ പറയാം. വേണ്ട അഞ്ജു, പാവം. ഇപ്പോഴേ നമ്മൾ കാരണം അവര് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും ഇല്ല അമ്മോ. നമുക്കാണെങ്കി വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മള് വീട്ടിലല്ല ഉള്ളത്, ചോദിച്ചോണ്ടേ കാശ് എടുത്തു തരാൻ. ശരി, അവര് വന്നിട്ട് നീ സംസാരിക്ക. എനിക്ക് പറ്റില്ല. ഓക്കേ. ഇരിക്കടാ അവിടെ. അവരെങ്ങാനും കണ്ട പ്രശ്നമാവും. അവരിപ്പോഴൊന്നും വരില്ല ചേച്ചി, പുറത്തു പോയിരിക്കല്ലേ. രാവിലെ തൊട്ട് ഒരേ പോസിൽ നടന്ന് നടന്ന് കാല് മരവിച്ചു പോയി. നീ ഒന്ന് അവിടെ ഇരിക്കടാ. ഇരിക്കടാ. അയ്യോ ചേട്ടാ ഇരിക്കേ. എടാ എടാ ഇരിക്കടാ, പറയുന്ന കേക്ക്. ഇരിക്കടാ അവിടെ. എന്താടി? അമ്മ, എന്റെ കാല്. അയ്യോ, കാലിന് പരിക്ക് പറ്റി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ.
നിന്നത് ഞാനാ ആന്റി, അവനല്ല. എന്തു പറ്റി? ഇപ്പൊ ഈ കുട്ടി എഴുന്നേറ്റ് നടക്കുന്നതും ചാടുന്നൊക്കെ ഞാൻ കണ്ടതാടി. അല്ല, ഇവര് ട്വിൻസ് ആണല്ലോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെന്ന് അതെ, തോന്നുന്നു. ഞാനാ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണ്ടിരുന്നെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഡിന്നറിന്റെ സമയായി, കഴിക്കാനൊന്നുമില്ലേ? മോളെ, ഇത് ഹോട്ടലല്ല, ഓർഡർ കൊടുത്തുടനെ ഫുഡ് കൊണ്ടുവരാൻ. ഹോസ്റ്റലാണ്, അവര് തരുമ്പോഴേ കഴിക്കാൻ പറ്റൂ. പാവം അവർക്ക് വിശക്കുന്നുണ്ടല്ലോ. മെസ്സിന്റെ ആൾക്കാരോട് ഞാൻ പറഞ്ഞോളാം. ഒരു മിനിറ്റ് ആന്റി, മെസ്സിൽ എന്ത് ഫുഡ് ഉണ്ടാവും? പരിപ്പ്, സാമ്പാറ്, രസം, തൈര്, കോവയ്ക്ക ഫ്രൈ, വെണ്ടയ്ക്ക ഫ്രൈ. ഞങ്ങളിത് കഴിക്കില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് മാഡം? സൂപ്പില് സ്റ്റാർട്ട് ചെയ്ത് ബിരിയാണിയില് ഫിനിഷ് ചെയ്യും. ഞങ്ങൾക്ക് എല്ലാം വേണം. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാ കൂൾ ഡ്രിങ്ക്സും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം. എനിക്ക് ഐസ്ക്രീം. ഇതിനെല്ലാം കൂടി എത്രയാവുന്നറിയോ? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്നുവെച്ചാ ഞങ്ങൾക്ക് ഫുഡ് വാങ്ങാൻ പറ്റില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നേ? രാവിലെ സ്കൂട്ടർ കൊണ്ടുവന്ന് ചേട്ടനെ ഇടിച്ചിട്ടു. എന്റെ ചേട്ടന്റെ കാല് ഓൾമോസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ടായേനെ. ജസ്റ്റ് മിസ്സാ. രാവിലെ തൊട്ട് ഇവിടെ തന്നെ ഇരുത്തിയിട്ട് ഇപ്പൊ ഫുഡും തരില്ലെന്ന് പറയുന്നു. ഇത് ശരിയാണെന്ന് തോന്നുന്നോ നിങ്ങൾക്ക്? മോളെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്താം. എന്താ ഓർഡർ ചെയ്യാൻ പോവാണെന്നോ? ഉള്ള പൈസയൊക്കെ ഇതിന് ചെലവാക്കാൻ പോവാണോ? സാരമില്ലടി, കുട്ടികളെ കാണുമ്പോ തന്നെ എന്തോ വിഷമാവുന്നു. പാവം, അത്രയ്ക്കും വിശന്നിട്ടായിരിക്കില്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. എന്തായാലും ഓർഡർ ചെയ്യാം. താങ്ക് യു. ഓർഡർ ചെയ്തോളൂ. ഓർഡർ ചെയ്തു. 30 മിനിറ്റിനകം ഫുഡ് വരും. നന്നായിട്ട് കഴിക്കണം. ഇപ്പൊ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഫുഡ് വന്ന ഉടനെ കഴിച്ചിട്ട് പൊയ്ക്കോളാം. എങ്ങോട്ട്? പറയാൻ എങ്ങോട്ടാന്ന്? ഞങ്ങളുടെ വീട്ടിലേക്കാ. കരുണ, എനിക്കെന്തോ ഈ കുട്ടികളെ കാണുമ്പോ നല്ല ഡൗട്ട് തോന്നുന്നുണ്ട്. ഫുഡൊന്ന് വന്നോട്ടെ, കഴിച്ചു കഴിഞ്ഞിട്ട് സത്യങ്ങളൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. എന്താന്നേ, എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ? ആ മഹേശ്വരിയുടെ പെരുമാറ്റവും രാഘവൻ ഫോൺ എടുക്കാത്തതും സ്കൂളിൽ പോയ കുട്ടികൾ ഇതുവരെ വരാതിരിക്കുന്നതും ആ ലീലയുടെ സംസാരവും ഇതെല്ലാം കൂടി നോക്കുമ്പോ എനിക്ക് ചില സംശയങ്ങൾ തോന്നുക. നിങ്ങൾ പറയുന്നതിന് മുമ്പേ എനിക്ക് ആ സംശയം തോന്നിയതാ. രാവിലെ മുതൽ മഹേശ്വരി ലീലയും എന്തോ വലിയ ടെൻഷനിലിരിക്കുക. എന്തോ അവര് മറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അല്ല, ഒന്നാ രാഘവന് ഫോൺ ചെയ്യുവോ? വിളിക്കാം. എന്റെ സ്റ്റൈലിൽ തന്നെ ഡീൽ ചെയ്യാം. അതെ, 4 കുട്ടികൾ, 2 ആൺകുട്ടികൾ 2 പെൺകുട്ടികൾ ഇതുവഴി പോകുന്ന കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. അയ്യോ, ഇവൻ പറഞ്ഞ കേക്കൂല. അല്ലെങ്കിൽ വേണ്ട, ഇതെന്റെ സ്വന്തം ഫോണാ. അയ്യോ, സാറിന്റെ അച്ഛനാണല്ലോ വിളിക്കുന്നത്. സാറ് നേരത്തെ വിളിച്ചപ്പോ ഞാൻ എടുത്തില്ല. ഈ കോള് ഞാൻ എടുത്തില്ലേ എന്ന് സംശയിക്കില്ലേ? മുതിർന്ന ആളല്ലേ, നമുക്ക് മാനേജ് ചെയ്യാം. ഹലോ സാർ. ഹലോ രാഘവ, നീ എവിടെയാ? സാറെന്താ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നത്? ഞാനിപ്പോ എന്ത് പറയും? ഹലോ രാഘവ സാർ, പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇവിടെയാണ് സാർ, ഇവിടെ തന്നെ ഉണ്ട് സാർ. എന്തൊക്കെയാടാ ഈ സംഭവിക്കുന്നേ? എന്താ സാർ, എന്ത് സംഭവിച്ചു? എനിക്ക് എല്ലാം മനസ്സിലായടാ. മഹേശ്വരി എല്ലാം പറഞ്ഞു. അങ്ങനെയോ? മാഡം സാറിനോട് എല്ലാം പറഞ്ഞോ? എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെ സാറിനോട് പറഞ്ഞു?
എന്തായാലും കുഴപ്പങ്ങളൊന്നുമില്ല സാർ. അവര് സാറിനോട് പറഞ്ഞത് എന്തായാലും നന്നായി സാർ. രാവിലെ തൊട്ട് ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇപ്പൊ സിറ്റുവേഷൻ എങ്ങനെയാ? എന്ത് പറയാനാ സാർ, കുട്ടികളെ ഇതുവരെ കണ്ടെത്താനായില്ല സാർ. ഞാൻ അവരെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കണ്ടെത്തിയാൽ ഉടനെ വീട്ടിലേക്ക് കൊണ്ടുവരാം സാർ. സാർ, കുട്ടികളെ കാണാനില്ലെന്നോ? അതെ സാർ. സാറെന്താ ഒന്നും അറിയാത്തതുപോലെ റിയാക്ട് ചെയ്യുന്നത്? ഇത് തന്നെ അല്ലേ മഹേശ്വരി മേഡം സാറിനോട് പറഞ്ഞത്? എന്നോട് മഹേശ്വരി ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ നീ ആയത് പറഞ്ഞത്. ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ, നീ കുടുങ്ങി. ആട്ടെ, എന്താ ഉണ്ടായത്? കുട്ടികൾക്ക് എന്താ പറ്റിയേ? എപ്പോഴാ അവരെ കാണാതായത്? സാർ, ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ, സാർ, സാർ, എന്റെ അവസ്ഥ വളരെ മോശമാണ് സാർ. സാറിനോട് ഈ കാര്യം പറയല്ലേ സാർ. രാവിലെ മുതൽ പച്ച വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല സാർ. കുട്ടികളെ ഞാൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. എന്ത് വന്നാലും ശരി, കുട്ടികളെ ഞാൻ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാം സാർ. നോക്ക്, നിനക്ക് 1/2 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ നീ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരണം. ഓക്കെ സാർ. ഇല്ലേ ഞാൻ മഹേന്ദ്രനോട് പറയും. 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ കുട്ടികളെ കണ്ടെത്തി വീട്ടിലേക്ക് കൊണ്ടുവരാം സാർ. ഫോൺ വെക്കടാ. ശരി സാർ. നമസ്തേ സാർ. ഫോൺ വയ്ക്കാണ് സാർ. ഭ്രാന്ത്, ഭ്രാന്ത്, ഭ്രാന്ത്. അല്പം പോലും വിവരമില്ല. മറ്റുള്ളവർ പറയുന്നതൊക്കെ കേൾക്കണം. മറ്റുള്ളവർ പറയുന്നതൊക്കെ കേൾക്കാറുണ്ടോ? ഇപ്പൊ ഗണപതി ഭഗവാനോട് സത്യം ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. എല്ലാം അനുഭവിച്ചു അനുഭവിച്ചു അനുഭവിച്ചു. അയ്യോ, സമയം താമസിച്ചു. എന്താമ്മേ, കുട്ടികൾക്ക് എന്തു പറ്റി? അവരെവിടെയുണ്ടെന്ന്? കുട്ടികൾ മൂന്നാറിലേക്ക് പോവാൻ വേണ്ടി സ്കൂളിൽ പോകുന്ന വഴിക്ക് രാഘവന്റെ കണ്ണു വെട്ടിച്ച് ഓടിപ്പോയി. അയ്യോ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? എവിടെ പോയോ, എന്ത് ചെയ്യുന്നോ, എങ്ങനെ ഇരിക്കുന്നോ? അത് ചേട്ടാ, ഇപ്പൊ തന്നെ ഈ കാര്യം മഹേന്ദ്രനോടൊന്ന് പറയേ. നീ ഒന്ന് പതുക്കെ പറ. അവന്റെ കാതിലെത്തിയ കുഴപ്പമാവും. ഭാര്യയെ തന്നെ നഷ്ടമായി. കുട്ടികളെ ഇപ്പൊ കാണാനില്ലെന്ന് പറഞ്ഞ അവന്റെ അവസ്ഥ എന്താവും? അതല്ലെന്നേ, ഈ എന്തു പറ്റി അമ്മേ? എന്തിനാ ഇങ്ങനെ ടെൻഷനായിരിക്കുന്നത്? ഒന്നുമില്ല മോനെ, നിന്നെ പറ്റി സംസാരിക്കായിരുന്നു. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോ അല്പം ലേറ്റായപ്പോലും നിനക്ക് എന്തുമാത്രം ടെൻഷനാ. ഡ്യൂട്ടിയുടെ പേരും പറഞ്ഞ് ഇത്രയും നാള് നീ ഞങ്ങളിൽ നിന്ന് അകന്നു നിന്നു. ഈ അച്ഛന്റെ അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചെന്ന് നിനക്കറിയില്ലേ? സോറി അച്ഛാ. അരുന്ധതി എപ്പോഴും എന്നോട് പറയുമായിരുന്നു. പക്ഷെ ഞാനാണത് കേൾക്കാതിരുന്നത്. കുട്ടികളുടെ കാര്യം അവൾ നോക്കിയിരുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ജോലിയുടെ തിരക്കിലെന്ന് പോയത്. എന്നാൽ ഇനി മുതൽ ജോലിയോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക വെച്ചാൽ. പേടിക്കണ്ട മോനെ, കുട്ടികൾ ഇങ്ങനെ എത്തിക്കോളും. നോക്കി, പിള്ളേരുടെ കാര്യം എന്തായെന്നൊന്ന് ചോദിക്കേ. എനിക്കെന്തോ പേടിയാവുന്നു. നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എന്താടി ഇവരുടെ തീറ്റ കണ്ടിട്ട് നമുക്ക് കഴിക്കാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നേ. കണ്ണ് വെക്കാതെടി. പാവം പിള്ളേര് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എന്തുമാത്രം വിശന്ന് കാണുമല്ലേ. കുട്ടികളെ, ഫുഡ് തന്നായിരുന്നോ? ആവറേജാ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആവറേജ് ഫുഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെയാ കഴിക്കുന്നത്. അപ്പൊ നല്ല ഫുഡാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നോക്ക് ചെറിയ മോളെ. പറയൂ വലിയ മോളെ. മോളുടെ പേരെന്താ? എന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാ? ചുമ്മാ വെറുതെ അറിയാലോന്ന് കരുതി. വെറുതെ എങ്ങനെ അറിയാൻ വേണ്ടിയൊന്നും എന്റെ ഇൻഫർമേഷൻ പറയാറില്ല. മോനെ പറഞ്ഞോളൂ. മോനെ എവിടെയുള്ളതാ? ഞങ്ങളാണോ? ആ, വീട് എവിടെയാന്നാ ചോദിച്ചേ. ഞങ്ങളെ വീട്
എന്റെ വീട് തറയിലുള്ളത് ആന്റി. അല്ലാതെ എന്റെ വീട് നിങ്ങളുടെ വീടിനടുത്തായിരിക്കോ? നിസ്സാരക്കാരല്ല, ഇവരൊന്നും വിട്ടുപറയുന്ന ലക്ഷണമില്ല. ബാക്കി രണ്ടുപേരോട് ചോദിക്കാം. ഇവരെല്ലാരെക്കാളും മൂത്തുകുട്ടി നീയല്ലേ മോളെ? അതെ. അത് നിങ്ങളെല്ലാരും എവിടെയുള്ളതാ? എങ്ങോട്ടാ പോകുന്നേ? മുതിർന്നവരാരും കൂടെ ഇല്ലാതെ നിങ്ങളത് എങ്ങോട്ടാ പോകുന്നേ? ആന്റി പ്ലീസ്, കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ലെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കുക പ്ലീസ്. ഞങ്ങളൊന്ന് കഴിച്ചോട്ടെ.